IELTS any result ഉള്ളിടത്ത് പഠിക്കാം. Neetu's Academy, the best language academy in Kerala. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. എന്നോട് ഞാൻ ഈയിടെ ഒരു അഭിപ്രായം കണ്ടു. മോഹൻലാൽ ഏറ്റവും അധികം അഹങ്കാരത്തോടു കൂടിയാണ് അതിൽ അഭിനയിച്ചത്. ഒരാളുടെ കമൻ്റാണ്. ഞാനത് പൂർണ്ണമായും വലിയ പാരഗ്രാഫായിട്ട് എഴുതിയിരിക്കുകയാണ്. മോഹൻലാൽ ഏറ്റവും അഹങ്കാരത്തോടെ അഭിനയിച്ചത്. അപ്പം എനിക്ക് അഹങ്കാരം എന്താണെന്ന് മനസ്സിലായി. എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒരിക്കലും ഒരു ആഗ്രഹമുണ്ട് അദ്ദേഹത്തോട് അതിൻ്റെ വിശദീകരണം ചോദിക്കണം. ഒരു ആഗ്രഹമാണത്, അറിയാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഞാൻ എന്നിട്ട് ഈ സിനിമ പിന്നീട് അതിൻ്റെ ചില പോർഷൻസ് ഞാൻ ആലോചിക്കും, ഈ മനുഷ്യൻ്റെ മുഖത്ത് എന്ത് അഹങ്കാരമുള്ളത്? ഒരു അഹങ്കാരമില്ല അദ്ദേഹം. പക്ഷേ എനിക്കറിയണം, കാരണം എനിക്കറിയാത്തൊരു എലമെൻ്റാണ്, ഞാൻ കാണാത്തൊരു ഭാവമാണ് അദ്ദേഹം പറഞ്ഞത്. അത് ആരാന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇതൊന്നും എന്നെ വേദനിപ്പിക്കാറില്ല, വിഷമിപ്പിക്കാറില്ല. പക്ഷേ സിയാദിന് സാമ്പത്തിക വിഷമമുണ്ട് ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു, നല്ല വിഷമം. എനിക്കല്ല പടത്തിന് ഓടാഞ്ഞിട്ടോ അല്ലെങ്കിൽ തിയേറ്ററിൽ ആൾ വന്ന് കണ്ടിട്ട് അതിൻ്റെ പണം കൊടുക്കാഞ്ഞിട്ടോ ഒന്നുമല്ല. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല, പറ്റില്ല. നമുക്ക് അടുത്ത ദിവസത്തേക്കോ അല്ലെങ്കിൽ അടുത്ത ദിവസം ഭക്ഷണം കഴിക്കാനോ തോന്നുമോ? ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ഒരു നിർമ്മാതാവിന് സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് നീക്കിയിരിപ്പില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ സിനിമ എടുക്കരുതെന്നാണ് ഞാൻ പറയാം. അങ്ങനത്തെ സിനിമ എന്നല്ല, എന്തിലും റിസ്ക് ഉള്ള. പക്ഷേ അല്ലാതെ അദ്ദേഹം എങ്ങനെ ജീവിക്കുക? അദ്ദേഹത്തിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? എത്ര ബിസിനസ്സുകളും നഷ്ടം വരുന്നുണ്ട് ഇല്ലേ? ഇത് പരാജയപ്പെട്ടതല്ല. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വളരെ പൂർണ്ണമായ സന്തോഷത്തോടെയുമാണ് ഇത് എഴുതിയത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് CB, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സിയാദ്. ഞങ്ങൾ വളരെ രസകരമായിട്ടാണ് ഇതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നത്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ലിമിറ്റ് വിട്ടിട്ട് ഓവറായിട്ട് അതിനെക്കുറിച്ച് പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഇത് 1000 കൊല്ലം ഓടും, അല്ലെങ്കിൽ എല്ലാവരും കാണും, ലോകത്തിലെല്ലാവരും വന്ന് കാണും, ഫ്ലൈറ്റൊക്കെ പിടിച്ച ആൾക്കാർ വരും, അങ്ങനത്തെ ചിന്തകളൊന്നും എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിരാശയില്ല, സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഇപ്പോഴിത് റിലീസ് ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ ഈ സിനിമകളൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് റിലീസായിട്ട് വരുന്നത് ഒരിക്കലും. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇങ്ങനെ സംഭവിക്കുന്നത്, ഇപ്പോൾ റിലീസിംഗ് എന്ന് പറഞ്ഞ സംഗതി സംഭവിക്കുന്നതിന് തെളിയുന്നത് എന്താണ്? ഈ പടം പരാജയമല്ല എന്നല്ലേ? തീർച്ചയായിട്ടും. അപ്പം പരാജയപ്പെട്ടു എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ തിരുത്തണം നമ്മൾ. ഇത് വിജയിച്ച പടമാണ്, വിജയിച്ചത് കൊണ്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്ത വരില്ലല്ലോ, ഒരാൾക്കും വരില്ല. അപൂർവമായിട്ടാണ് ഇതിപ്പോൾ സംഭവിക്കുന്നത്. ഞാൻ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് സിയാദിനെയാണ്. എനിക്ക് സിയാദിനോട് ഇപ്പം തോന്നുന്നത് വല്ലാത്തൊരു ആദരവാണ്. ആദരവെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ സാമ്പത്തികമായിട്ട് വിഷമിച്ച് പോയ ഒരു ചിത്രത്തിനെ എടുത്തിട്ട് അദ്ദേഹത്തിന് ഇതിനോട് വളരെയേറെ വാത്സല്യമുണ്ടെന്നും സ്നേഹമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഒരു തൂവലാണെന്നും കരിയറിൽ തൂവലാണെന്നും സ്വയം ബോധ്യപ്പെട്ട് എത്രയോ കാലമായിട്ട് അദ്ദേഹം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിന് അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കയ്യിൽ കിട്ടിയത്. അവരാണ് വാസ്തവത്തിൽ ഇതിന് ഒരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് നിൽക്കുന്നത്. അതിലേക്ക് അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങിച്ചെന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇറങ്ങിച്ചെല്ലുമോ? ഇല്ല. അദ്ദേഹം ഇറങ്ങിച്ചെന്നു, എന്നോട് സംസാരിച്ചു, CBയോട് സംസാരിച്ചു. അപ്പോഴേക്കും ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹം ഒരു 10 സ്റ്റെപ്പെങ്കിലും ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അതിന് കൂടെ വേറെ, പിന്നെ ഞങ്ങൾ ഈ 10 സ്റ്റെപ്പിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. അത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, സിയാദ് എനിക്ക് ആ വാത്സല്യം സിയാദിനോട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് അത് എൻ്റെ കരിയറിൽ ഞാൻ അപൂർവമായിട്ട് അനുഭവിക്കുന്ന ഒരു ആനന്ദമാണ് ഇപ്പോൾ. ഇനിയും ഞാൻ പറയുന്നു, ഇപ്പോഴൊന്ന് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഒരാൾക്കും ഇതിനെ പരാജയം, കാരണം വീണ്ടും വന്നിരിക്കുക. ഫിനിക്സ് പക്ഷി എന്നൊക്കെ പറയുന്നില്ല നമ്മൾ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഫിനിക്സ് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഡിപ്രഷനും ഒന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ വരുമെന്ന്. പക്ഷേ അത്ഭുതപ്പെടുത്തിയൊരു എലമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇറങ്ങിയ പടങ്ങളിൽ എത്രയോ പടങ്ങൾ ആൾക്കാർ എനിക്ക് ഇപ്പോഴും ചാനലിലോ എവിടെയെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അപ്പം മെസ്സേജ് വരും. അത് ഈ വാട്സാപ്പ് ഉള്ളത് കൊണ്ട് 10, 20, 30 മെസ്സേജസൊക്കെ വരും. ചിലവർ വളരെ പേഴ്സണലായിട്ടുള്ള മെസ്സേജൊക്കെ അയക്കും.
അപ്പോഴൊക്കെ ഇതിനോട് ഒരു വാത്സല്യമുണ്ട് ഈ പടത്തിനോട്. ഈ പടം മാത്രമല്ല, വേറെയും പടങ്ങൾ അങ്ങനെ വരാറുണ്ട്. പക്ഷേ ഈ പടത്തിനോട് ഇങ്ങനെ എത്രയും വാത്സല്യം തോന്നുന്ന ആൾക്കാരുണ്ടെന്ന് എന്നെ വല്ലാണ്ട് നല്ലതുപോലെ ആനന്ദിപ്പിച്ചിട്ടുണ്ട്. അതാണ് സത്യം. ഈ ആ സമയത്ത് ദേവദൂതൻ എടുക്കുന്ന ഷൂട്ടിംഗ് സമയത്ത് നമുക്കറിയാം ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. സാറിൻ്റെ മനസ്സിൽ ഓർത്ത് വരുന്ന അവിടെ ഉണ്ടായ ഒരു മുഹൂർത്തം ഏതാണെന്ന് വെച്ചാൽ ഏത് മുഹൂർത്തം പറയാൻ പറ്റും? എല്ലാ മുഹൂർത്തം നമുക്ക് വേണ്ടപ്പെട്ടതായിരിക്കും. സാർ അങ്ങനെ പെട്ടെന്ന് മറുപടി പറയുകയാണെങ്കിൽ അങ്ങനെ വരും. ഒരു മുഹൂർത്തം ഓർത്തെടുക്കാൻ. അത് വളരെ നല്ല ചോദ്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മുഹൂർത്തമാണ് ഈ പടം. ഓർമ്മയുണ്ടല്ലോ, ഇതിൽ ഈവൻ ഈ അലീന എന്ന് പറയുന്ന മാഡം ആഞ്ചലീന, അവർ വന്നിട്ട് ഈവൻ പോയിട്ട് ഈ പാട്ട് പാടും, വായിക്കും, ഈ ഇൻസ്ട്രുമെൻറ്റിൽ വായിക്കുന്നത് കേട്ടിട്ട് അവർ വന്നിട്ട് അവിടെ വന്ന് ബഹളം ഉണ്ടാക്കി പോയ ശേഷം പിന്നീട് ഇവന് ആ നൊട്ടേഷൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ലാല് ഇവളുടെ ബംഗ്ലാവിൽ വരും. ബംഗ്ലാവിൽ വന്ന് കഴിഞ്ഞിട്ട് അവരിലേക്ക് എൻട്രി ചെയ്യുന്നൊരു, വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് അവരോട് സംസാരിക്കുന്നൊരു പോർഷനുണ്ട്. ആ ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ അടുത്ത് ഉൾക്കൊണ്ട് ലാല് ആ ഡയലോഗും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ടൊന്ന് പറഞ്ഞിരുന്നു എന്നെ. ഞാനും ലാലൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിന് മുമ്പേ സിബിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാൽ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ കേട്ട് പറഞ്ഞ് പിന്നെ അത് ലാല് പെർഫോം ചെയ്തൊരു മുഹൂർത്തമുണ്ട്. അതെനിക്ക് എപ്പോഴും മനസ്സിൽ വല്ലാതെ നിറഞ്ഞു നിൽക്കുന്നത്, ഇപ്പോഴും ഞാൻ കാണുന്നു. നിങ്ങളോട് സംസാരിക്കുമ്പോഴും അതെൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു എന്താ പറയുക, ഈ വെളിച്ചപ്പാട് കൂടുന്ന മാതിരി വല്ലാത്തൊരു ട്രാൻസിഷനായിരുന്നു ലാലിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ അത് ഈച്ച് ആൻഡ് എവറി ഷോട്ട്സ് ലാലത് ബാലൻസ് ചെയ്ത് പോയതും. ലാലിനെ സമയത്തോളം ലാല അങ്ങനെ തന്നെയാണ്, വേറെ മൂഡിലേക്ക് ലാല് പോകും. അതെങ്ങനെ സംഭവിക്കുന്നത് ലാലിനും അറിയില്ല. ഇത് എഴുതുമ്പോഴെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കും അറിയില്ല. അതങ്ങനെ സംഭവിക്കുന്നത് മാത്രമല്ല. കീബോർഡുകളിൽ ആ വിരലുകൾ വന്നിട്ട് പെട്ടെന്നൊരു ചേഞ്ചിങ് ഉണ്ടല്ലോ സാറേ ആ പാട്ടിൽ. അത് തിയേറ്ററിലൊക്കെ നമ്മൾ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് സാറിന് ഞാൻ പറഞ്ഞ നമ്മളെ അത്ഭുതപ്പെടുത്തുവാണ്. ആ കീബോർഡിലെ വിരലുകൾ പോയിട്ട് പെട്ടെന്ന് ആളങ്ങ് മാറുവാണ്. അതൊരു വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അങ്ങനെയുണ്ട്, ഒരുപാട് മൂമെൻറ്റ്സുകളുണ്ട്. അത് എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ. പക്ഷെ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ലാല് ചോദിച്ചാൽ ലാലത് പറയും അങ്ങനെ സംഭവിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇതെങ്ങനെ എഴുതുന്നു വെച്ചാൽ എനിക്ക് നമ്മൾ അതിന് പ്രത്യേകിച്ചൊരു ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ഉള്ളിൻ്റെ ഉള്ളിലുള്ള വരുന്നതായിരിക്കും അത് നല്ല രസമായിരുന്നു. അങ്ങനെ കുറേ മൂമെൻറ്റ്സ് ഉണ്ട് പടത്തിൽ. അക്കാലത്ത് ഏറ്റവും കൂടുതൽ ആ കാലത്തിറങ്ങിയ ചിലവ് കൂടിയ ബജറ്റ് കൂടിയ ഒരു സിനിമയും എനിക്ക് തോന്നുന്ന കോസ്റ്റ്യൂം അതും അന്നത്തെ കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നു. അതിപ്പോൾ വീണ്ടും വരുവാണ്. അതെ, അങ്ങനെ ഒരു ചേഞ്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആംബിയൻസിന് പറ്റിയ കോസ്റ്റ്യൂമാണ് അതിനോട് എൻഹാൻസ് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഇപ്പം ഞാൻ പറയാം. ഇപ്പോൾ തിരക്കഥ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും അതിലെ ഫോട്ടോഗ്രാഫി സൈഡ്, സന്തോഷ് തുണ്ടികളുടെ ഫോട്ടോഗ്രാഫി, ഛായാഗ്രഹണം അപാരമായ വർക്കാണത്. സന്തോഷം ഓരോ ഫ്രെയിം കാണുന്നതും, അതുപോലെ സിബി ഷോട്ടിച്ചെടുക്കും കൺസീവ് ചെയ്യുന്നതും, കോസ്റ്റ്യൂം, എവറിത്തിങ് അതിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അത് ആ സ്ക്രിപ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആംബിയൻസിലേക്ക് അതൊക്കെ വന്നപ്പോഴേക്ക് അതൊന്ന് പരിലസിച്ചു എന്ന് പറയാം. നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് വാസ്തവത്തിൽ. അതെന്തോ ഒരു ഭാഗ്യമാണ്. ഒരു തിരക്കഥാകൃത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ വിഷ്വൽസ് അയാളെ ആകർഷിക്കുക എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ അദ്ദേഹത്തിന് തോന്നുന്നൊരു ആകർഷണം, അയാൾ മറന്നു പോകണം, തിരക്കഥ മറന്നു പോകും. ഞാൻ ഈ സിനിമ കാണുമ്പോൾ എൻ്റെ തിരക്കഥയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അടുത്ത സീൻ എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയായിരുന്നു പൊതുവേ. എനിക്കങ്ങനെ ആണ്. ഞാൻ ആ തിരക്കഥ മറക്കും. ഇത് മനഃപൂർവ്വമായിട്ട് മറക്കുന്നൊന്നുമല്ല. ഇത് ആസ്വദിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ഞാനതിൽ ഇൻവോൾവായി നിന്ന് കഴിഞ്ഞാൽ എനിക്കത് ആസ്വദിക്കാൻ പറ്റില്ല. അടുത്ത എന്താണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതൊക്കെ ഞാൻ മറക്കും. പിന്നെ അത്തരം കാര്യങ്ങൾ മറക്കാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ ചെക്കൻ വെച്ച് മറക്കും. അപ്പം എനിക്കത് എൻഹാൻസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പം എന്നെ സംബന്ധിച്ചോളം അതിൽ ഈവൻ വേഷവിധാനങ്ങൾ, അതിൻ്റെ ആംബിയൻസ്, അതിൻ്റെ ഫ്രെയിമിങ്,
സന്തോഷുണ്ട്. അതാണ് ഞാൻ സന്തോഷ് തുണ്ടിയിലെ പറ്റി പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു, സിനിമ ഫോട്ടോഗ്രാഫി പറ്റി പറയുന്നതൊക്കെ ആ ഘട്ടത്തിലാണ്. സിബിയെ പിന്നെ എനിക്ക് നേരത്തെ അറിയാം. നേരത്തെ അറിയാമെന്ന് വെച്ചാൽ പണ്ട് മുതലേ അറിയുന്നതല്ലേ സിബിയുടെ ഒരു ടേക്കിംഗ് സ്റ്റൈലും എല്ലാം. പക്ഷേ ഈ പടത്തിന് സിബിയും മുൻപ് ചെയ്ത പോലുള്ള ഒരു മെത്തഡല്ല ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഡയറക്ഷനാണ്. പിന്നെ അതിലേക്ക് എല്ലാവരും അല്ല, എല്ലാവരും ഒന്നിനൊന്നിനും മെച്ച മികവ് കാണിച്ചിട്ടുണ്ട്. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.